പത്തനംതിട്ട അത്തിക്കയത്ത് അശാസ്ത്രീയ പമ്പിംഗ് മൂലം അപ്രോച്ച് റോഡ് തകർന്ന സംഭവത്തിൽ റോഡ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി വാട്ടർ അതോറിറ്റി. 24 വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് വാട്ടർ അതോറിറ്റിയുടെ അടിയന്തരമായ ഇടപെടൽ. നാട്ടുകാർ 5 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പാലവും അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയാക്കിയിരുന്നത്. 24 ഇമ്പാക്ട്. AB ജയശങ്കർ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, ഇന്നലെ ജയശങ്കർ റിപ്പോർട്ട് ചെയ്തതാണ് ഈ അപ്രോച്ച് റോഡ് ഈ വാട്ടർ അതോറിറ്റിയുടെ പണി മൂലം അത് വെള്ളത്തിനടിയിലായി പോയത്. അതിൽ വാട്ടർ അതോറിറ്റി തന്നെ പണം ചിലവാക്കണമെന്ന്, ഒരു ചില്ലിക്കാശ് ഞങ്ങൾ എടുക്കില്ല എന്നും അവിടുത്തെ നാട്ടുകാർ നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ വാട്ടർ അതോറിറ്റി തന്നെ അത് ശരിയാക്കുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. നമ്മൾ വാർത്ത കൊടുത്തതിന് ഫലമുണ്ടായിരിക്കുന്നു. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെ? അതായത് GK, കഴിഞ്ഞ ദിവസമാണ് ഈ റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഉപേക്ഷിച്ചു പോയ ഈ അത്തിക്കയം കൊച്ചുപാലത്തിൻ്റെ അപ്രോച്ച് റോഡും മറ്റും നാട്ടുകാർ പണി പൂർത്തിയാക്കി തുറന്നു നൽകിയത്. പിന്നാലെയാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തുറന്നതിന് പിന്നാലെ ഈ റോഡിൻ്റെ അപ്രോച്ച് റോഡ് ഈ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വാർത്തകൾക്കൊക്കെ പിന്നാലെ ഈ വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി ഈ റോഡ് ശരിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ഇതിനടിയിലുള്ള ഉപയോഗശൂന്യമായ പൈപ്പ് നിലവിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പൈപ്പിന് വാൾവില്ല, അതുകൊണ്ട് തന്നെ ആദ്യം പൈപ്പിൻ്റെ കണക്ഷൻ അടച്ചതിന് ശേഷമായിരിക്കും ഈ റോഡ് ഉൾപ്പെടെ ശരിയാക്കുന്ന നടപടികളിലേക്ക് വാട്ടർ അതോറിറ്റി കിടക്കുക. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് വലിയൊരു ഇടപെടൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത്. നിലവിൽ ഈ ജോലിക്കാരെത്തി ഈ പൈപ്പ് എടുക്കുകയാണ്. മണ്ണിൽ നിന്ന് ഈ പൈപ്പ് മാറ്റി പൈപ്പിൻ്റെ വാൾവ് വെച്ച് ഈ പൈപ്പ് അടയ്ക്കണം. അതിനുശേഷമായിരിക്കും ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു നടപടികളൊക്കെ ഉണ്ടാകും. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. കാരണം അവർ വലിയ തോതിൽ പിരിവെടുത്ത് അധ്വാനിച്ചാണ് ഈ റോഡ് ഇത്തരത്തിൽ ഒരു മെച്ചപ്പെടുത്ത രീതിയിലേക്ക് എത്തിയത്. അതാണ് വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ മൂലം കഴിഞ്ഞ ദിവസം തകരുന്ന സാഹചര്യം ഉണ്ടായത്. ചേട്ടാ, ഈ മാധ്യമ വാർത്തകൾക്കൊക്കെ പിന്നാലെ ഇത് ശരിയാക്കുവാണ്. തീർച്ചയായിട്ടും ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ 24ൻ്റെ ലേഖകരും പത്ര റിപ്പോർട്ടുകാരും ഫോട്ടോഗ്രാഫറും ഇവിടെ എത്തുകയുണ്ടായി. അതിനുശേഷം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിൽ ആൾക്കാർ എത്തുകയുണ്ടായി. തത്സമയ സംപ്രേഷണം ആദ്യം ചെയ്ത് 24 ആണ്. ആ 24ൻ്റെ വാർത്ത വന്നതിന് ശേഷം ഇവിടെ ജനങ്ങൾ തടിച്ചു കൂടുകയും വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരെ ഇവിടെ എത്തുകയും തുടർന്ന് വൈകിട്ട് ഒരു 3:30 കൂടി റാന്നിയുടെ MLA പ്രമോദ് നാരായണൻ എത്തി. തീർച്ചയായിട്ടും വാട്ടർ അതോറിറ്റി ആൾക്കാർ വന്നിട്ട് ഇന്ന് തന്നെ ഇതിൻ്റെ പണി പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ പണി അതിൻ്റെ ആൾക്കാർ വന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ തോട്ടിലെ ഈ കുത്തിയെടുപ്പും കാരണം ഇവിടെ ജനങ്ങൾക്ക് അതിരൂക്ഷമായ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിരണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ഈ നാട്ടിലിറങ്ങി ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി പണം പിരിച്ചിട്ടാണ് ഈ പാലത്തിൻ്റെ ഈ പണി, അപ്രോച്ച് റോഡിൻ്റെ പണി ആരംഭിച്ചത്. അത് നാട്ടുകാർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറിയിപ്പുമില്ലാതെ വാട്ടർ അതോറിറ്റി കാണിച്ച ഈ ക്രൂരമായ ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ പ്രതിഷേധവും അവരുടെ ഹൃദയത്തിനും മനസ്സിനും വേദനയുമാണ്. അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പണി പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും വാട്ടർ അതോറിറ്റി അവരുടെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ജില്ലയിൽ മഴ മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് ഈ പണി പൂർത്തിയാക്കി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും വാട്ടർ അതോറിറ്റിക്ക് തങ്ങൾക്ക് പറ്റിയ പിഴവ്, തെറ്റ് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് മാധ്യമ വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജോലിക്കാരെ വെച്ചുകൊണ്ട് ആ അടിയിലുള്ള ഉപയോഗശൂന്യമായ പൈപ്പ് ശരിയാക്കി ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു നടപടി ജയശങ്കർ, വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങിൽ വെള്ളത്തിനടിയിലായി പോയതാണ് പത്തനംതിട്ട അത്തിക്കയത്തെ ഈ അപ്രോച്ച് റോഡ്. അത് തകർന്ന സംഭവത്തിൽ റോഡ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ വാട്ടർ അതോറിറ്റി തുടങ്ങിയിരിക്കുന്നു. 24 ഇന്നലെ ഈ വാർത്ത AB ജയശങ്കർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടിയന്തരമായ ഇടപെടൽ അതിനെ തുടർന്നുണ്ടായിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 24 വാർത്ത ഫലം കണ്ടു എന്നതാണ് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് സ്ഥലത്ത് നിന്ന്.